ഹായ് നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ വയനാട് ജില്ലയിൽ തവഞ്ഞാൽ പഞ്ചായത്തിലുള്ള ഒരു പ്രോപ്പർട്ടിനെ കുറിച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷോർട്സിൻ്റെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതാണല്ലോ 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും 1 ഏക്കർ, അതായത് ഈ 1 ഏക്കർ പ്രോപ്പർട്ടിയിലാണ് ടോട്ടലായിട്ട് എല്ലാം ഉള്ളത്. നല്ല അടിപൊളി സാധനമാണ്, കാണിച്ചു തരാം. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കോൺടാക്ട് നമ്പർ മുഖേന അങ്ങനെ ചെയ്യാം. പിന്നെ കുറച്ച് ഡീറ്റെയിൽ അതിൽ കൊടുത്തിട്ടുണ്ട്, പറ്റാവുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി. നമ്മൾ ഇതിൻ്റെ വ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഈ കാണുന്നതാണ് വ്യൂ വരുന്നത്. കണ്ടില്ലേ, നല്ല ഇതിപ്പോൾ നൈറ്റ് അല്ലാത്ത സമയത്ത് നല്ല ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ നമുക്കിത് പ്രോപ്പർട്ടി വരുന്നത് വെച്ചാൽ മാനന്തവാടിയിൽ നിന്ന് ഏറെക്കുറെ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒരു 7 കിലോമീറ്ററിൽ വരുന്നുള്ളൂ. 7 കിലോമീറ്ററാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള ദൂരം. നല്ല വഴിയാണ്, വഴിയും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പിന്നെ എല്ലാം ഓൾറെഡി പെർമിറ്റഡ് ആണ്, കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻറ്റീരിയൽ അടക്കമാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം. അല്ല, ഇൻറ്റീരിയൽ കൊടുക്കാന്നല്ല പറഞ്ഞു, ഇന്ത്യയിൽ അടക്കം നല്ല രീതിയിൽ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മറ്റേ വശത്ത് ഇത് തന്നെയല്ലേ, ഇത് തന്നെയല്ലേ കോൺക്രീറ്റ് ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ടെന്ന് മാത്രം ഓടില്ലേ. ഓക്കെ, അപ്പോൾ ഇതിന് ഫ്രണ്ടേജിൽ ഒരു എന്താ പറയുക, നമ്മൾ ഒരു വരാന്ത, ഫുൾ ടോട്ടൽ വരാന്തയാണ്. കാണിച്ചു തരാം, ടോട്ടൽ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേയൊക്കെ 90% വർക്കുകളും കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള കൂടി കുറച്ചും കൂടി എന്തൊക്കെ കാര്യങ്ങൾ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഏതായാലും നമുക്ക് ഉള്ളൊന്ന് കണ്ടുകളയാം. ഓക്കെ, ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് നല്ലൊരു വരാന്തയാണ്. ഈ വരാന്ത കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വരാന്ത. ഇത് 4 ഭാഗം വരാന്തയാണ്. CCTV A to Z പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് ഫുൾ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, പിന്നെ വരാന്ത 4 സൈഡിൽ വരാന്ത ഉണ്ട്. വരാന്ത കണ്ടതിന് ശേഷം നമുക്ക് എന്താക്കാം, ഉള്ളിലേക്ക് പോയിട്ട് കാര്യങ്ങൾ കാണാം. ഓക്കെ, അതല്ലേ, ഇതാണ് വരാന്ത. 4 സൈഡിലും നമുക്ക് വരാന്ത വരുന്നുണ്ട്. പിന്നെ നല്ല കൂളാട്ടോ ഇവിടെ, നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഇത് പർഗോളയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം കാണാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് എന്താക്കാം, നേരെ ഇതിൻ്റെ എൻട്രൻസിലേക്ക് കടക്കുന്ന സമയത്ത് നല്ല വലുപ്പത്തിലുള്ള ഹാള്, നല്ല വലുപ്പത്തിലുള്ള ഒരു ഹാള് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സോഫ സെറ്റ് കാര്യങ്ങളെല്ലാം. റേറ്റ് കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പറ്റാവുന്ന ആളുകൾ കോൺടാക്ട് ചെയ്തോളി. നമുക്ക് നല്ല ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്കൊന്ന് കാണാം. മുകളിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഇത് നമുക്ക് സ്റ്റെയർ റൂമായിട്ട് ഏറെക്കുറെ വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ ഇതൊരു റൂമിൽ ഫുൾ ഇൻറ്റീരിയറാണ്. ടേബിള്, അലമാറ, പിന്നെ ഒരു ഡബിൾ ബെഡ്, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഉള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അതാണ് ബാത്റൂമിൽ ഫുൾ സെറ്റഡ്, ഹീറ്റർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ഹാളിൽ നിന്ന് നേരെ ഒരു ചെറിയൊരു ഇടനാഴി പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. ജനാലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അത് തൊട്ടടുത്തുള്ള വലത് സൈഡിലുള്ള റൂം, ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതിലെ ഇതിലാണ് എല്ലാത്തിലും ഹീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ എപ്പോഴും നല്ല കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു സംഭവമാണ്. അലമാര ഉണ്ട്. ടോട്ടലി വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ ഉള്ളത് ഇത് അടുക്കള. ഓക്കെ, അതാണ് അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും. ഫ്രിഡ്ജ്, ചെറിയൊരു അടുക്കളയാണ്. പിന്നെ വർക്ക് ഏരിയ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ഇത് നേരെ വരാന്തയിലേക്ക്. പിന്നെ പ്രോപ്പർട്ടിൻ്റെ ബാക്ക് വശം ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെന്താ, ബെഡ്റൂമാണ്. വരുവാ, നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് മുകളിലാണ്, പ്രോപ്പർട്ടിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാണ്. അതിൽ തുറന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇതിൻ്റെ മുകളിലിപ്പോൾ ഇങ്ങനെ ഒരു വെറുതെ വെച്ചതാണ്, വേണമെങ്കിൽ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെയുള്ള വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല അസാധ്യ വ്യൂ കേട്ടോ. നല്ല ഭംഗി ഉണ്ട്. പിന്നെ വെച്ച് നമുക്ക് പ്രോപ്പർട്ടീൻ്റെ ബാക്കി ഭാഗം വരുന്നത് കാണുന്ന ബാക്ക് വശത്താണ് കേട്ടോ. അതുകൊണ്ടൊക്കെ ഇവിടെ കുറച്ച് കാലി സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ ബാക്കിയിട്ടിട്ടുണ്ട്. എന്തായാലും പ്രോപ്പർട്ടി താല്പര്യമുള്ള ആളുകൾ ഡയറക്റ്റ് വന്ന് കാണാൻ. പിന്നെ വറ്റാത്ത വെള്ളമുണ്ട്, അതിൽ നിന്നാണ് നമുക്ക് സ്ഥിരമായിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. താഴ്വശത്താണ്. അപ്പോൾ അത്രയാണ് ഇതൊരു പറയാനുള്ളത്. ഓക്കെ,
അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയാണ് നമ്മളെ പ്രോപ്പർട്ടിൻ്റെ വിവരങ്ങളുള്ളത്. പിന്നെ നമ്മൾ ലാൻഡിലേക്ക് ഫുള്ളായിട്ട് താഴോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ടില്ല. അവിടെ കുറച്ച് തേയിലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. മാക്സിമം ആളുകൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ പഴക്കം, അതായത് ഈ ഒരു വീടിൻ്റെ പഴക്കം ഇത് പണി കഴിഞ്ഞിട്ട് ആകെ 1.5 വർഷമായിട്ട് ആകെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് വർഷത്തിൻ്റെ പഴക്കമോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ല. നല്ല പ്രോപ്പർട്ടിയാണ്. പറ്റാവുന്ന ആളുകൾ വേഗം കോൺടാക്ട് ചെയ്തോളി. സപ്പോർട്ട് ഉണ്ടാവണേ. ഓക്കെ, താങ്ക് യു.